ജോസ് തെറ്റേലിനെതിരായ വിവാദ സിഡിക്ക് പിന്നിൽ ഉമ്മൻചാണ്ടി എന്ന് വെളിപ്പെടുത്തൽ. സോളാറിൽ നിന്നും ജനശ്രദ്ധ തിരിച്ചുവിടാൻ രാഷ്ട്രീയ കരുനീക്കം നടത്തിയത് ബെന്നി ബെഹനാൻ എന്ന സിഡിയിൽ ഉൾപ്പെട്ട നോബി. പണമാവശ്യപ്പെട്ട് നോബി ബെന്നി ബെഹനാനെ വിളിക്കുന്ന ശബ്ദരേഖ പീപ്പിളിന് ലഭിച്ചു. ശബ്ദരേഖയിലേക്ക്. ഹലോ, സാറേ, നോബിയാണ് വിളിക്കണേ. സാറേ, കാശിന്റെ കാര്യത്തിൽ തീരുമാനം വലുതായോ? എന്നത്തേക്കാവും? ഫാദറായിട്ട് സംസാരിച്ചിട്ട് കാര്യമില്ലോ, ഞാനായിട്ടല്ലേ ഡീൽ എടുത്തത്. ആ സമയത്ത് ഫാദർ ഉണ്ടായില്ലല്ലോ. എന്താ ചെയ്യാ? എപ്പോ വിളിക്കണം? ഓക്കെ. ബെന്നിയുമായിട്ടുള്ള ടെലിഫോൺ സംഭാഷണം നോബി നടത്തുന്നതാണ്. ഒരിക്കൽ കൂടി അതിലേക്ക്. ഹലോ, സാറേ, നോബിയാണ് വിളിക്കണേ. സാറേ, കാശിന്റെ കാര്യത്തിൽ തീരുമാനം വലുതായോ? എന്നത്തേക്കാവും? ഫാദറായിട്ട് സംസാരിച്ചിട്ട് കാര്യമില്ലോ, ഞാനായിട്ടല്ലേ ഡീൽ എടുത്തത്. ആ സമയത്ത് ഫാദർ ഉണ്ടായില്ലല്ലോ. എന്താ ചെയ്യാ? എപ്പോ വിളിക്കണം? ഓക്കെ. മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ ബെന്നി ബെഹനാൻ നോബിയുമായി വിവാദ സിഡിയിൽ വളരെ പരാമർശിക്കപ്പെട്ട ആരോപണവിധേയായ നോബിയുമായി നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിൽ പറയുന്ന വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത്. കാശിൻ്റെ കാര്യം എന്തായി സാറേ? അതിൻ്റെ കാര്യങ്ങൾ ഞാനും സാറുമായിട്ടാണല്ലോ ഇടപാട് നടത്തിയത്. സുപ്രധാന കാര്യങ്ങൾ ആ ശബ്ദരേഖയിൽ വ്യക്തമാകുന്നു. ഇനി അടുത്തത് ജോസ് തെറ്റേലിനെതിരായ വിവാദ സിഡിക്ക് പിന്നിൽ ഉമ്മൻചാണ്ടി എന്ന് നോബി ഞങ്ങളുടെ റിപ്പോർട്ടർ ഷാജഹാനോട് വെളിപ്പെടുത്തി. ഉമ്മൻചാണ്ടിയാണ് തെറ്റേൽ കേസിൻ്റെ മാസ്റ്റർ ബ്രെയിൻ എന്നും നോബി പറയുന്നു. നോബിയുമായി ഞങ്ങളുടെ റിപ്പോർട്ടർ നടത്തിയ സംഭാഷണത്തിലേക്ക്. ഷാജഹാനാണ് പറഞ്ഞോളൂ ഷാജഹാൻ, പറഞ്ഞോളൂ. അതെ, നമ്മളിപ്പോ ഓഡിയോയ്ക്കകത്ത് പറയുന്നല്ലോ, അതാരെ ബെന്നി ബെഹനാനോട് സംസാരിച്ചാണോ? അതെ അതെ, ബെന്നി സാറായിട്ട് സംസാരിച്ചു. എന്താ പുള്ളിക്ക് ഇതിന്റെ അകത്തുള്ള പങ്ക് എന്താണ്? പുള്ളി ഇതിന്റെ അകത്ത് വല്ല റോൾ ഉണ്ടായിരുന്നോ പുള്ളിക്ക് ഈ കേസില്? പുള്ളിക്ക് ഇതിനകത്ത് ആണല്ലോ പുള്ളി. എന്റെ കാര്യത്തില് പുള്ളിക്കാണല്ലോ ഫുൾ റോള്. അതാണ് ചോദിച്ചത്. എല്ലാ കാര്യത്തിലും പുള്ളിക്ക് റോൾ ഉണ്ടല്ലോ. അതാണ് ചോദിച്ചത്. അത് പുള്ളിക്ക് എന്താ ഇതിന്റെ അകത്തുള്ള ഒരു പങ്ക്? അതിനകത്തുള്ള ഒരു പങ്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള പങ്ക് തന്നെയല്ല. അത് പുള്ളിക്ക് മാത്രമാണോ? പുള്ളിയുടെ ഇടപെടലാണോ അതോ പുള്ളിക്ക് മോളിൽ നിന്നുള്ള ഇടപെടലാണോ? മോളിന്നുണ്ട്, പുള്ളിക്കുണ്ട്. ഇതിനകത്ത് കുറച്ച് ആൾക്കാരുണ്ട്. അപ്പൊ അവരുടെയൊക്കെ കാര്യങ്ങളൊക്കെ ഞാൻ വെളിപ്പെടുത്താനുള്ളൊരു ഉദ്ദേശമായിട്ട് നിൽക്കുകയാണ്. അതിപ്പോ ഓരോ ദിവസങ്ങളായിട്ട് ചെയ്യാമെന്ന് ചെയ്തിട്ട് നിൽക്കുവാണ്. എന്തായാലും ഞാൻ എല്ലാ കാര്യങ്ങളും എനിക്ക് തുറന്നു പറഞ്ഞേ തീരൂ. കാരണം നമ്മളൊരു ഇതിനകത്തൊരു മറവിന്റെ ഉള്ളിന്റെ ആവശ്യം നമുക്കില്ല. ഉമ്മൻചാണ്ടി ഇതിന്റെ അകത്ത് ഇടപെട്ടിട്ടുണ്ടോ? പിന്നെ പുള്ളിയാണല്ലോ ഇതിന്റെ മെയിൻ ആള്. പുള്ളിയാണ് ഇതിനകത്ത് മാസ്റ്റർ. പുള്ളിയാണ് മാസ്റ്റർ. അതെ അതെ. പുള്ളി അത് ബെന്നിയെ വെച്ച് ഓപ്പറേറ്റ് ചെയ്യിച്ചാണോ? അതിനകത്ത് 3-5 പേര് ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ട്, രാഷ്ട്രീയക്കാരാണ്. രണ്ട് ശബ്ദരേഖകളാണ് പീപ്പിൾ TV പുറത്തുവിട്ടത്. ഒന്ന്, മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ ബെന്നി ബെഹനാൻ നോബിയെ വിളിക്കുന്നതിൻ്റെ ശബ്ദരേഖ. ഒരിക്കൽ കൂടി ആ ശബ്ദരേഖ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. ബെന്നി ബെഹനാനും നോബിയും തമ്മിലുള്ള ശബ്ദരേഖ. ഹലോ, ബെന്നി സാറേ, നോബിയാണ് വിളിക്കണേ. സാറേ, കാശിന്റെ കാര്യത്തിൽ തീരുമാനം വലുതായോ? എന്നത്തേക്കാവും? ഫാദറായിട്ട് സംസാരിച്ചിട്ട് കാര്യമില്ലോ, ഞാനായിട്ടല്ലേ ഡീൽ എടുത്തത്. ആ സമയത്ത് ഫാദർ ഉണ്ടായില്ലല്ലോ. എന്താ ചെയ്യാ? എപ്പോ വിളിക്കണം? ഓക്കെ. ഇതാണ് കേട്ടത്. ഷാജഹാൻ ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. ഒപ്പം നോബിയും ടെലിഫോൺ ലൈനിൽ ഉണ്ടാകും. ഷാജിയിലേക്ക് പോകുന്നു. ഷാജി, ഈ കേസിൻ്റെ
യഥാർത്ഥ വസ്തുതകൾ പുറത്തേക്ക് വരികയാണോ? രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് കേസുമായി ബന്ധപ്പെട്ട് കേസിൻ്റെ നാൾവഴികളിൽ എന്നുള്ള ആരോപണങ്ങൾ കോടതികളിലടക്കം പറഞ്ഞ കാര്യമാണ്. അതിൻ്റെ യഥാർത്ഥ വസ്തുത തെളിയുകയാണോ? മുഖ്യമന്ത്രിക്ക് വേണ്ടി ഡീൽ നടത്തുന്ന ഡീലുകാരനായ ബെന്നി ബെഹനാൻ്റെ ഇടപെടൽ തന്നെയാണോ ഇവിടെ വ്യക്തമാകുന്നത്? തീർച്ചയായിട്ടും സുരേഷ്, ഈ കേസുമായി ബന്ധപ്പെട്ട് നമുക്ക് ഓഡിയോ ടേപ്പ് കിട്ടുന്നു. അത് വളരെ വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്നാണ് കിട്ടുന്നത്. പക്ഷേ ഇതിന്റെ വിശ്വാസ്യത തെളിയിക്കേണ്ട നമ്മുടെ കൂടെ കടമയായതുകൊണ്ട് ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള നോബിയുമായിട്ട് നമ്മൾ ടെലിഫോണിൽ ബന്ധപ്പെട്ടു. അവർ വളരെ കൃത്യമായിട്ട് പറയുന്നു. കാരണം 2 വർഷം മുൻപ് ഈ കേസ് ഇത്തരത്തിൽ പുറത്തു കൊണ്ടുവന്നത് അല്ലെങ്കിൽ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് താല്പര്യം കാണിച്ചത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ്. ഉമ്മൻചാണ്ടി അതിനെ ഇടനിലയായി നിർത്തിയത് വിവാദ നായകനായിട്ട് ഇപ്പോൾ നിലകൊള്ളുന്ന ബെന്നി ബെഹന്നാനെ തന്നെയാണ്. സോളാർ കേസിലും നമുക്കറിയാം ബെന്നി ബെഹന്നാനാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടി ഇടനിലയായി പ്രവർത്തിച്ചത്. ഇതിനു ശേഷവും ഇവർ തമ്മിൽ ചില സാമ്പത്തിക ഇടപാടുകളൊക്കെ തന്നെ നടന്നിരുന്നു. അതിലും ഈ പറയുന്ന പെൺകുട്ടിയെ ഇവർ പറ്റിച്ചതായിട്ടാണ് പെൺകുട്ടി പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇവരും ഇത്തരത്തിൽ ഒരു പരസ്യമായിട്ട് ഇതിനെതിരെ രംഗത്ത് വരാൻ തയ്യാറായത്. സോളാർ കേസിൽ സരിത വന്നതുപോലെ തന്നെ ഈ കേസിലും തനിക്കെതിരെ അല്ലെ തന്നെ കൊടുക്കാൻ ശ്രമിച്ചവരെയും പുറത്തു കൊണ്ടുവരണം എന്നുള്ളൊരു ലക്ഷ്യമാണ് ഈ പെൺകുട്ടിയും ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു പരസ്യമാക്കാൻ ഈ സംഭവത്തെ കുറിച്ചുള്ള പരസ്യം. ഷാജി, വ്യക്തമാണ്. കൂടുതൽ കാര്യങ്ങൾ എന്തായാലും നോബിയിൽ നിന്ന് കൂടി അറിയേണ്ടതുണ്ട്. നോബി ടെലിഫോൺ ലൈനിലുണ്ടല്ലോ. നോബി, ഇക്കാര്യത്തിൽ ചില വസ്തുതകൾ എന്തായാലും പ്രകടമാകേണ്ടതുണ്ട്. സരിതയുടെ കേസടക്കം ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ സരിത പറഞ്ഞത് സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ഒപ്പം നിൽക്കുകയായിരുന്നു. ഇതുപോലെ നോബി കൂടി ഇക്കാര്യത്തിൽ ഈ ഒരു സംഘത്തിൻ്റെ കൈകളിലേക്ക് വന്നുപിടുകയായിരുന്നു. ബെന്നി ബെഹനാൻ അടക്കം മുഖ്യമന്ത്രി അടക്കം എന്ത് വാഗ്ദാനമാണ് നൽകിയത്? അത് ഫസ്റ്റ് തിങ് എന്താന്ന് വെച്ചാൽ ഇതിനകത്തൊരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസും പൊളിറ്റിക്കൽ കോൺസ്പിറസിയും ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ നിഷേധിക്കണില്ല. പിന്നെ ഇതിൽ 1-2 പേരുള്ള എന്റെ കാര്യത്തിൽ ഇടപെട്ടത് ഒരുപാട് മിനിസ്റ്റേഴ്സും ഒരുപാട് MLA-മാരൊക്കെ ഇടപെട്ടിട്ടുണ്ട്. നോബി ഇടപെടൽ നടത്തിയത് ആരൊക്കെയാണ്? കാരണം ഈ ഒരു നല്ലൊരു അവസരമാണ് നോബിക്ക് വന്നു ചേരുന്നത്. കാരണം ഇനിയെങ്കിലും ഇതിന്റെ വസ്തുതകൾ പറഞ്ഞില്ലെങ്കിൽ ഏത് സമയത്താണ് പറയുക? കാരണം ആരൊക്കെയാണ് ഇടപെടൽ നടത്തിയത്? ഇതിപ്പോ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് നല്ല രീതിയിൽ ഇതിനകത്ത് നടന്നിട്ടുണ്ട്. അതൊക്കെ നിങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നേക്കാളും അപ്പുറം, അതായത് ഒരു അന്നത്തെ ഒരു സാഹചര്യം അതായിരുന്നു. അതിലേക്ക് ഞാൻ പിന്നീട് കിടക്കാം. പക്ഷേ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഒരു നല്ലൊരു ഹ്യൂജ് എമൗണ്ടിന്റെ ട്രാൻസാക്ഷൻസ് ഇതിനകത്ത് നടന്നിട്ടുണ്ട്. അതുകൂടാതെ അന്നത്തെ സാഹചര്യം അനുസരിച്ച് ഒരു പൊളിറ്റിക്കൽ കോൺസ്പിറസിയും കൂടി നടന്നിട്ടുണ്ട്. ആദ്യം നോബിയുമായി ഇങ്ങനെ ഒരു സാധ്യത ഈ കേസിനുണ്ട്, അതിന് ആ സാധ്യതയ്ക്ക് വേണ്ടി സഞ്ചരിക്കുക എന്ന ഒരു നിലപാടുമായി നോബിയിലേക്ക് ആദ്യം ഇടപെടുന്നത് ആരാണ്? ഇടപെടൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം എല്ലാ രാഷ്ട്രീയക്കാരും, അതായത് ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും എല്ലാ രാഷ്ട്രീയ നേതാക്കളും ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് അന്ന് തുടങ്ങി ഇന്ന് വരെ കോണ്ടാക്ട് ചെയ്യുന്നതുകൊണ്ട് അവരെല്ലാവരും എന്നെ മാറി മാറി കാണുന്നുണ്ട്. പക്ഷെ ഞാൻ ഈ കാര്യങ്ങളെല്ലാം കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരു ടൈം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇലക്ഷൻ സമയത്ത്, അതായത് എല്ലാവരും നോമിനേഷൻ കൊടുത്ത് അതിന്റെ പിറ്റേ ദിവസം തന്നെ ഞാൻ ഇവരുടെ എല്ലാവരും പേര് ഞാൻ വെളിപ്പെടുത്തും. അത് എന്റെ ഒരു റിവെഞ്ച് ആയിട്ട് എടുത്തോ. അതെന്റെ ഒരു റിവെഞ്ച് ആണ്. അതായത് എനിക്ക് നഷ്ടപ്പെട്ടത് അതായത് 2 കാര്യമാണ്. ഒന്ന്, റൈറ്റ് ടു ലീവ് വിത്ത് ഡിഗ്നിറ്റി, അതായത് സമൂഹത്തിലെ അന്തസ്സോടും അഭിമാനത്തോടും കൂടി ജീവിക്കാനുള്ള ഒരു അവകാശം. സെക്കൻഡ്, റൈറ്റ് ടു പ്രൈവസി. എന്റെ ഒരു പ്രൈവസിനെയാണ് അവര് ചോദ്യം ചെയ്തത്. അതായത് അവരെന്ന് പറയുമ്പോൾ ബെന്നി ബെഹനാനെ ഇത്രത്തോളം ഇടപെടാൻ പെട്ടെന്ന് തന്നെ വിളിച്ച് സാറേ കാശിന്റെ കാര്യം എന്തായി സാറേ എന്ന് ചോദിക്കാൻ മാത്രം, ബെന്നിയോട് ചോദിക്കാൻ, ബെന്നി അത് നിഷേധിക്കുന്നുമില്ല. ബെന്നി ആ കാര്യങ്ങൾ ടെലിഫോൺ ലൈനിലൂടെ പറയുന്നത് കേൾക്കുമല്ലോ. ഇത്രത്തോളം ബെന്നി ബെഹനാനോട് വിളിച്ച് ആധികാരികമായി പണം ചോദിക്കാനുള്ള എന്ത് സ്വാതന്ത്ര്യമാണ് നോബിക്കുണ്ടായിരുന്നത്? ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്ത് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസും പൊളിറ്റിക്കൽ കോൺസ്പിറസിയും ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. ഇല്ലാന്ന് ഞാൻ നിഷേധിക്കുന്നില്ല. അത് ഒരു വ്യക്തിയിൽ തന്നെ തീർന്ന ഒരു സംഭവമല്ല. അതാണ് ഞാൻ പറഞ്ഞത്. നോമിനേഷൻ ആരൊക്കെ കൊടുത്തോ അതിന്റെ പിറ്റേ ദിവസം എന്നെ വന്ന് സമീപിച്ച ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് നടത്തിയ ആൾക്കാരും പൊളിറ്റിക്കലായിട്ട് കോൺസ്പിറസി നടത്തിയ ആൾക്കാരും എല്ലാവരുടെയും പേര് ഞാൻ പറയും. അതെന്റെ ഒരു റിവെഞ്ച് ആണ്. കാശിനെ നോക്കിയിട്ടല്ല, പക്ഷെ എന്റെ ഒരു റിവെഞ്ച് ആണ്. കാരണം എന്റെ ഒരു ഹ്യൂമൻ റൈറ്റ്സ്, അതായത് ഇവിടെ സൊസൈറ്റിയിൽ ജീവിക്കുന്ന ഒരു ഹ്യൂമൻ റൈറ്റ്സ് ആണ് എല്ലാ രാഷ്ട്രീയ നേതാക്കളും എന്റെ നഷ്ടപ്പെടുത്തിയത്. അതോടൊപ്പം തന്നെ എക്സ്പെഷ്യലി അങ്കമാലിയിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആരൊക്കെ നിൽക്കണ്ടോ, കോൺസ്റ്റിറ്റ്യൂൻസിൽ ആരൊക്കെ നിൽക്കണ്ടോ
അവരെ കുറിച്ചും കുറച്ച്, അതായത് ഇടതുപക്ഷത്തിന്റെ ആണെങ്കിലും വലതുപക്ഷത്തിന്റെ ആണെങ്കിലും കാൻഡിഡേറ്റ്സ് ആരൊക്കെയാണോ നിൽക്കുന്നത് അവരെ കുറിച്ചും കുറച്ച് പുതിയ കാര്യങ്ങൾ എനിക്ക് വെളിപ്പെടുത്താനുണ്ട്. ഇവിടെ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ നോബിയോട് ഞങ്ങളുടെ പ്രതിനിധി ഷാജഹാൻ ടെലിഫോൺ സംഭാഷണത്തിൽ ചോദിക്കുമ്പോൾ നോബി പറയുന്നുണ്ടല്ലോ മുഖ്യമന്ത്രി ആണ്, അദ്ദേഹമാണല്ലോ ഇതിന്റെ പ്രധാന കക്ഷി, പ്രധാന റോൾ വഹിച്ചത് മുഖ്യമന്ത്രിയാണല്ലോ എന്ന് പറയുമ്പോൾ ഒരു സംശയം എന്തായാലും ഇനി മനസ്സിൽ വെക്കേണ്ട കാര്യമില്ല. എങ്ങനെ ഏത് രീതിയിലാണോ അത്തരത്തിൽ മുഖ്യമന്ത്രിയിലേക്ക് വിരൽ ചൂണ്ടുന്ന തരത്തിൽ നോബിക്ക് ഇങ്ങനെ സംസ്ഥാനം ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണല്ലോ, മുഖ്യമന്ത്രിയെക്കുറിച്ച് ഇങ്ങനെ ധൈര്യത്തോടു കൂടി പറയേണ്ടി വരുന്ന സാഹചര്യം? ഇതിനകത്തൊരു സംഭവം വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മള് ഗിവ് ആൻഡ് ടേക്ക്, അതായത് കൊടുക്കുക വാങ്ങുക. ഇത് എന്നെ സംബന്ധിച്ച് കൊടുക്കൽ മാത്രമേ ഉണ്ടായുള്ളൂ, അതായത് ടേക്ക് എടുക്കലുണ്ടായിട്ടില്ല. കാരണം ഞാൻ ആരുടെ അമ്മായിയുടെ മോളോ അല്ലെങ്കിൽ അമ്മാവിന്റെ മോളോ എന്നല്ല ഓരോരുത്തരെ നമ്മൾ സ്ഥാനത്ത് നിർത്താനും രക്ഷപ്പെടുത്താനും താഴത്തേക്ക് കൊണ്ടുവരാനും മുകളിലേക്ക് കൊണ്ടുവരാനും. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിൽക്കണമെങ്കിൽ, ഞാനൊരു ബിസിനസ് ഗേളാണ്, അപ്പോൾ എന്തെങ്കിലും ഡീൽ നടത്തണമെങ്കിൽ നമ്മൾ പ്രത്യേകമായിട്ട് എന്തെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കും. അതിനകത്ത് നമ്മളൊരു ചീറ്റിംഗ് നോക്കണില്ല. അതായത് നോബി ഈ ഒരു ഡീലിൽ ഈ ബെന്നി ബെഹ്നാനെ പോലെയുള്ളവരോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടി സംസാരിച്ചവരോ അവരൊക്കെ തന്നെ സഹായിക്കും പൂർണ്ണമായി എന്നൊരു വിശ്വാസം നോബിക്ക് ഉണ്ടായിരുന്നു. വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അത് തന്നെയല്ല, ഞാൻ ഇതിലേക്ക് ഈ കേസ് കൊടുക്കുന്നതിനെ സംബന്ധിച്ച് ഇറങ്ങുന്നേക്കാളും മുമ്പ് എന്റെ 30 lakhs ഇത് സെറ്റിൽ ചെയ്യാന്ന് പറഞ്ഞ് വാങ്ങിച്ചിട്ട് പോയി. 30 ലക്ഷം രൂപ നോബിയിൽ നിന്ന് വാങ്ങിച്ചു. ആര് വാങ്ങിച്ചു? അത് രാഷ്ട്രീയ നേതാക്കൾ തന്നെ എന്റെ അടുത്തുനിന്ന് വാങ്ങിച്ചു. അതിന്റെ പേരിപ്പോ ഞാൻ പറഞ്ഞില്ലേ, അത് എല്ലാം ഞാൻ വെളിപ്പെടുത്താൻ നിൽക്കാണ്. അതായത് ഈ പറയുന്ന ഈ നോബി വളരെ ആധികാരികതയോടുകൂടി വിളിച്ചു ചോദിക്കുന്നു, കാശിന്റെ കാര്യം എന്തായി സാറേ? അപ്പോൾ ബെന്നി ബെഹ്നാൻ ആയിരിക്കുമെന്ന് സ്വാഭാവികമായ ഒരു സംശയം ജനങ്ങൾക്ക് ഉയരും. അതുകൊണ്ട് ചോദിക്കുകയാണ്. ജനങ്ങൾക്ക് സംശയം ഉയരുന്നതല്ല. ഇപ്പൊ എന്റെ സൗണ്ട് കേട്ടാലും ഷാജഹാൻ അറിയാം, ബെന്നി ബെഹ്നാൻ സാറിന്റെ സൗണ്ട് കേട്ടാലും ഷാജഹാൻ അറിയാം. അതിപ്പോ ആരൊക്കെ നിഷേധിച്ചാലും നിഷേധിച്ചില്ലെങ്കിലും സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നമ്മൾക്കറിയാം. ഒരു പ്രാവശ്യം കേട്ട് കഴിഞ്ഞപ്പോ എനിക്ക് 1-2 പ്രാവശ്യം ഒരാളുടെ സൗണ്ട് ഫോണിൽ കൂടെ കേട്ട് എനിക്കറിയാം. ശരിയല്ലേ? അപ്പൊ ഞാനൊരു ക്രിറ്റിസൈസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ നോമിനേഷൻ കൊടുക്കണ്ടോ അതിന്റെ പിറ്റേ ദിവസം മുഖ്യമന്ത്രി ആയിക്കോട്ടെ, ബെന്നി ബെഹ്നാൻ സാർ ആയിക്കോട്ടെ, ആരെല്ലാമാണ് ഇതിനകത്ത്, അല്ലെങ്കിൽ പിന്നെ ജോസ് തെറ്റൂർ സാർ ആയിക്കോട്ടെ, അവരുടെ കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തും ഉദ്ദേശിച്ചിരിക്കുന്നത്. നോബി 30 ലക്ഷം രൂപ ബെന്നി ബെഹ്നാൻ ആരോ വാങ്ങിച്ചു എന്ന് താങ്കൾ പറയുകയും ഈ സംഭാഷണത്തിലൂടെ വ്യക്തമാകുന്നത് ബെന്നി ബെഹ്നാനോട് ചോദിക്കുന്നു, ബെന്നി ബെഹ്നാനുമായിട്ടുള്ള സംസാരത്തിൽ ചോദിക്കുന്നു, സാറേ കാശിന്റെ കാര്യം എന്തായി സാറേ എന്ന് ചോദിക്കുമ്പോൾ എന്ത് മനസ്സിലാക്കണം? അല്ല, ഞാൻ പറഞ്ഞല്ലോ സുഹൃത്തെ, ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസും പൊളിറ്റിക്കൽ കോൺസ്പിറസിയും ഇതിനകത്ത് ഉണ്ടായെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിനെ നിഷേധിക്കാനല്ലോ. ആരുമായിട്ട് ഞാൻ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഇതിനകത്ത് നടത്തിയിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. എന്റെ അടുത്ത് അതിനകത്തുള്ള വ്യക്തമായിട്ടുള്ള പ്രൂഫുകളുണ്ട്. ഇപ്പൊ എനിക്ക് പൈസ കിട്ടിയെങ്കിൽ തന്നെ അത് തെളിയിക്കാനുള്ള പ്രൂഫ് എന്റെ കയ്യിലുണ്ട്. ഇന്ന ആൾ ആര് തന്നു അതിനുള്ള സോഴ്സ് എന്റെ കയ്യിലുണ്ട്. വ്യക്തമായ രേഖകൾ, വ്യക്തമായ തെളിവുകൾ, ഈ പറയുന്ന 30 ലക്ഷം പണത്തിന്റെ അടക്കമുള്ള തെളിവുകൾ താങ്കളുടെ കൈവശമുണ്ട്. താങ്കളിലേക്ക് നോബിയിലേക്ക് എത്തിയപ്പോൾ ആനത്തലവട്ടം ആനന്ദൻ, CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, താങ്കൾ കേട്ട് കാണാൻ പുതിയ ആരോപണത്തിലേക്ക് വരുന്നു. ഒരു തെറ്റയുമായി ബന്ധപ്പെട്ട ലൈംഗിക ആരോപണ കേസിലെ ആരോപണ വിധേയ അല്ലെങ്കിൽ ആ കേസുമായി ബന്ധപ്പെട്ട നോബിയാണ് ഇത്തരത്തിൽ വെളിപ്പെടുത്തൽ നടത്തുന്നത്. രാഷ്ട്രീയമായി തനിക്ക് വേണ്ടി ഇത്തരം ചരടുവലികൾ നടത്താൻ തന്നെ നിയോഗിക്കുകയായിരുന്നു, രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായിരുന്നു. താങ്കൾ കേട്ടുവല്ലോ നോബിയുടെ അടക്കമുള്ള ശബ്ദ സംഭാഷണങ്ങൾ. നോബിയും ഈ പറയുന്ന ബെന്നി ബെഹ്നാനും തമ്മിൽ നടത്തുന്ന കാശിൻ്റെ ഇടപാടുകൾ സംബന്ധിച്ചുള്ള സംഭാഷണം, ഇതൊക്കെ ചേർത്ത് വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്ന് സുപ്രീം കോടതി അടക്കം ഒരു പക്ഷേ നിരീക്ഷിച്ച സാഹചര്യത്തിൽ ഇത് കേരളത്തിലെ ആളുകളെ ഇതിപ്പരം അപമാനിക്കാനുള്ള ഒരു നടപടിയില്ല. മുഖ്യമന്ത്രി അദ്ദേഹം തട്ടിപ്പ് കേസിൽ പങ്കാളിയാവുക, ഇതേപോലെ മറ്റുള്ള ആൾക്കാരെ അപമാനിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ സ്ത്രീകളെ ഉപയോഗിക്കുക, അവർക്ക് പണം കൊടുക്കുക, ഇതെല്ലാം കേട്ടുകേൾവി പോലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേട്ടുകേൾവി പോലും ഇല്ലാത്തതാണ്. ഇതൊക്കെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ചിലപ്പോൾ നടന്നെന്ന് വരാം. ഇവിടെയും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളുടെ പരിധിയിലേക്ക് കേരളത്തെയും വലിച്ചുകൊണ്ട് പോവുകയാണ്. കേരളത്തിൽ ശ്രീ ഉമ്മൻചാണ്ടിയും അതുപോലെ ഈ ഗവൺമെന്റിൽ പെടുന്ന മന്ത്രിമാരും എല്ലാം കൂടി ചേർന്ന് സരിത എന്ന ഒരു യുവതിയെ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ തട്ടിപ്പുകൾ, അത് സരിതയാണ് തട്ടിപ്പുകാരി എന്ന് പറയും. ഒരു കൂട്ട് തട്ടിപ്പുകാരുടെ നേതൃത്വം കൊടുത്തത് ഇവരാണ്. യഥാർത്ഥത്തിൽ തട്ടിപ്പ് കേസ് പട്ടികയിൽ വരുന്നെങ്കിൽ സരിതയോടൊപ്പം തന്നെ 1-ാം പ്രതിയായി വരേണ്ടത് മുഖ്യമന്ത്രിയും ഇതിനോട് ബന്ധപ്പെട്ട മന്ത്രിമാരുമാണ്. പക്ഷെ മന്ത്രിമാരും മുഖ്യമന്ത്രിയൊക്കെ കൈ കഴുകി ശുദ്ധന്മാരാകുകയും അവർ തട്ടിപ്പിന് ഉപയോഗിച്ച
സരിതയെ മാത്രം തട്ടിപ്പുകാരി എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഈ നാടിലെ ജനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. തട്ടിപ്പ് നടത്തി എന്നുള്ളതിനുള്ള ഒട്ടേറെ തെളിവുകൾ ഇതിനിടയിൽ വന്നു. എന്നാലും ആ തെളിവുകളൊക്കെ മൂടി വെക്കാൻ നോക്കുകയാണ്. ഗവൺമെന്റ് തന്നെ വക്താക്കൾ ഈ തട്ടിപ്പ് നടന്നതിന് നിരവധി തെളിവുകൾ കമ്മീഷന് മുമ്പിൽ പോയി നൽകിയുണ്ടായി, ജുഡീഷ്യൽ കമ്മീഷന് മുമ്പിൽ. ഇങ്ങനെയൊക്കെ വന്നാലും അദ്ദേഹത്തിന്റെ കൈകൾ സംശുദ്ധമാണ്. നിയമത്തിന്റെ വഴിക്ക് പോകുന്നെങ്കിൽ തട്ടിപ്പിനെ പ്രേരിപ്പിച്ചവരും തട്ടിപ്പിൽ പങ്കാളികളായവരും എല്ലാവരും പ്രതിപ്പട്ടികയിൽ വരികയും നിയമത്തിന്റെ ശിക്ഷയ്ക്ക് നിയമത്തിന് വിധേയമാകണ്ടേ. അതിൽ ഈ അധികാര സ്ഥാനത്തിരിക്കുന്നവരൊക്കെ രക്ഷപ്പെടുകയും ആരെയാണോ ഉപയോഗിച്ച് അവര് മാത്രം പ്രതിപ്പട്ടികയിൽ വരികയും ചെയ്യുന്ന ഒരു വിരോധാഭാസമാണ് ഇപ്പോൾ ഈ തട്ടിപ്പ് കേസുകൾ എഴുതപ്പെടുന്നത്. ഈ ജോസ് തെറ്റലിനെ അപമാനിക്കാൻ വേണ്ടി ഇതേപോലെ ഒരു യുവതിക്ക് പൈസ കൊടുത്ത് കാര്യങ്ങൾ നടത്തുന്നു, അതിലും ബെന്നി ബെഹനാനെ പോലുള്ള ആൾക്കാരെ ബന്ധപ്പെടുത്തുന്നു എന്നൊക്കെ പറഞ്ഞാൽ രാജ്യം ഭരിക്കുന്ന ഒരു അധോലോക സംഘമാണെന്നാണ് തോന്നുന്നത്. അധോലോക സംഘത്തിന്റെ നായകനാകുന്ന മുഖ്യമന്ത്രി, അദ്ദേഹം പണത്തിനും മറ്റ് സെക്സ്വൽ റാക്കറ്റിനുമൊക്കെ ബന്ധപ്പെടുന്നവരൊക്കെ ഇതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു സ്ഥിതിയിലേക്കാണ് കേരളം ചെന്നെത്തിയിരിക്കുന്നതെന്നാണ് എനിക്ക് സംബന്ധിച്ച് സൂചിപ്പിക്കാം. യെസ്, വ്യക്തമാണ്. ആനത്തലവട്ടൻ ആനന്ദൻ, വളരെ നന്ദി ചർച്ചയിൽ പ്രതികരിച്ചതിന്. വളരെ സുപ്രധാനമായ വാർത്തയാണ് പീപ്പിൾ TV പുറത്തേക്ക് വിട്ടത്. ബെന്നി ബെഹനാനും നോബിയും തമ്മിലുള്ള വിവാദ CD-യുമായി ബന്ധപ്പെട്ട് തെറ്റേലിനെതിരായ ആരോപണവുമായി ബന്ധപ്പെട്ട് ഉള്ള വിഷയത്തിൽ നോബിയെ രാഷ്ട്രീയമായി ഉപയോഗിച്ചു, പണം അടക്കം ഇടപാടുകൾ നടന്നു എന്ന് ബെന്നിയും ഒപ്പം നോബിയും തമ്മിലുള്ള സംഭാഷണം വ്യക്തമാകുന്നു. അതിൻ്റെ ശബ്ദരേഖയാണ് പീപ്പിൾ TV മുന്നോട്ട് വെച്ചത്. ഞങ്ങളുടെ പ്രതിനിധി ഷാജഹാനും ഒപ്പം നോബിയും തമ്മിൽ ഇക്കാര്യം ടെലിഫോണിൽ സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇപ്പോൾ മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സംസാരിക്കുന്നു. അതിലേക്ക് തങ്ങളെ കൊലപ്പെടുത്തുന്ന